നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘന പരാതിയിൽ തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനാണ് താക്കീത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്, ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നാണ് താക്കീത്. UDFന്റെ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാണ് നടപടി. അതേസമയം ഇന്ന് കളക്ടറേറ്റിലെത്തി തോമസ് ഐസക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുടുംബശ്രീ പ്രവർത്തകരാണ് കെട്ടിവെക്കാൻ തുക നൽകിയിരിക്കുന്നത്. നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് ആരോപിച്ച് UDF ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. കുടുംബശ്രീ വഴി വായ്പ വാഗ്ദാനം, KDISC വഴി തൊഴിൽദാന പദ്ധതി എന്നിവയ്ക്കെതിരെയാണ് UDF പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന വിശദീകരണമാണ് തോമസ് ഐസക്ക് നൽകിയിരിക്കുന്നത്. കുടുംബശ്രീയുമായി പണ്ട് മുതൽക്ക് തന്നെ അടുപ്പമുള്ളതാണ്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, യോഗം നടക്കുന്നിടത്ത് പോയി വോട്ട് ചോദിക്കും. ഇതായിരുന്നു തോമസ് ഐസക്കിന്റെ വിശദീകരണം. ഇതിനിടെ മസാല ബോണ്ട് കേസിൽ പിന്നെയും ED സമൻസ് വന്നതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തോമസ് ഐസക്ക്. EDയെ പേടിയില്ലെന്ന് തോമസ് ഐസക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ EDയും ഒരു പ്രതിസന്ധിയായി മാറുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഇത് 7ാം തവണയാണ് കേസിൽ ED തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത്.